മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. വീണ് കിട്ടുന്ന കുറച്ച് സമയത്തിൽ ഇടയ്ക്ക് TV ഓൺ ചെയ്യുമ്പോൾ ഈ കണ്ണൂരിൽ നടക്കുന്ന സ്കൂൾ കലാമേള കാണാനുള്ള ഭാഗ്യം കിട്ടി. 1-2 ഐറ്റം 5-10 മിനിറ്റ്. ഇതിൽ ഓരോ കുട്ടിയും അവതരിപ്പിക്കുന്ന പല കലകളും മാറി മാറി കണ്ടപ്പോൾ മനസ്സിന്റെ ഒരു ഭാഗത്ത് കുറച്ച് വിഷമം തോന്നി. ഒന്ന്, അവാർഡ് കിട്ടാൻ വേണ്ടി മാത്രം ശരീരത്തിനെയും മനസ്സിനെയും പാകപ്പെടുത്തി ഈ ജഡ്ജിമാരുടെ മുമ്പിൽ കാണിച്ച് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുട്ടികൾ അവരഭിനയിക്കുന്ന കലകള് അത് കണ്ടപ്പോൾ കലകളെക്കുറിച്ചും സംഗീതത്തെക്കുറിച്ചും വലുതായിട്ട് ഒന്നും അറിയാത്ത എനിക്ക് ആസ്വദിക്കാൻ ഒത്തിരി സ്വാധിക്കുന്നുണ്ട്. അത്ര പെർഫെക്ഷൻ അതിലുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ 2-3 ദിവസമായിട്ട് പത്രങ്ങളിൽ വരുന്നത് പോലെ ഈ കലകൾ ഇവർ പഠിക്കുന്നതും അവതരിപ്പിക്കുന്നതുമെല്ലാം 10ാം ക്ലാസ്സിൽ മാർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ആ കലകളൊന്നും അടിസ്ഥാനപരമായിട്ടല്ല അവർ പഠിക്കുന്നത്. എല്ലാം 10ാം ക്ലാസ്സിൽ കുറച്ചുകൂടി മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടില് അവർ കിടന്ന് പിടയുന്നു. കലാപ്രതിഭയും അങ്ങനെയുള്ളതില്ലാത്ത സ്ഥിതിക്ക്, ഗ്രേഡ് മാത്രമുള്ള സ്ഥിതിക്ക് മറ്റൊന്നും കിട്ടാനില്ല. ഫസ്റ്റ് പ്രൈസോ സെക്കൻഡ് പ്രൈസോ കിട്ടണം. അത് കിട്ടാൻ വേണ്ടിയിട്ട് അവതരിപ്പിക്കുമ്പോൾ ജഡ്ജിമാര് മുഴുവനും ഇന്റലിജൻസ് ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റിഗേഷനിലാണ്. പണ്ടാണെങ്കിൽ കൈക്കൂലിയും സ്വജനപക്ഷപാതവും റെക്കമെൻഡേഷനും കൊണ്ടായിരുന്നു ഈ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും നിശ്ചയിച്ചത് എന്ന് ബ്ലണ്ടായിട്ട് എല്ലാവർക്കും അറിയാവുന്നത് പത്രമാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ ആ കലയുടെ വിലയിരുത്തലുകൾ നടത്തേണ്ട ജഡ്ജിമാര് തന്നെ അപവിത്രതയുടെ പരമകാഷ്ഠയിലെത്തുകയും ധാർമ്മിക ബോധം നശിച്ചവരാവുകയും അവര് കലാകാരികളുമായിട്ടുള്ള കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനകത്ത് കലയെ വിലയിരുത്തലുകൾ ഉണ്ടോ എന്ന് തന്നെ സംശയം വരുന്ന ഒരു ദുഃഖം ഒരു വശത്ത്. പക്ഷേ രാപ്പകലില്ലാതെ ഈ കുട്ടികളെ ശാരീരികമായിട്ടും മാനസികമായിട്ടും പരിശീലനം നേടി 1000-ലധികമോ 2000-ലധികമോ കലാകാരികളും കലാകാരന്മാരുമായിട്ടുള്ള കുട്ടികൾ ഇത് അവതരിപ്പിക്കുമ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടല്ല പഠിച്ചത്, ആസ്വദിച്ചുകൊണ്ടല്ല അവതരിപ്പിക്കുന്നത്. രണ്ടും 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എത്ര മാർക്ക് ഇതിൽ നിന്ന് കിട്ടുമെന്ന് മാത്രം ചിന്തിച്ച് പഠിക്കുമ്പോൾ എവിടെയോ വലിയൊരു അപച്യുതിയുള്ള മാതിരി. അല്ലെങ്കിൽ ആ കുട്ടികളുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ ഭയം തോന്നും. എങ്ങനെയാ ഈ വിലയിരുത്താൻ വരുന്ന ജഡ്ജിമാർ ഇവർക്ക് മാർക്ക് കൊടുക്കുക? ഇത്ര പെർഫെക്ഷനുള്ള 10 എണ്ണം മുമ്പിലുണ്ടെങ്കിൽ ഏതിനെ ഫസ്റ്റ് പ്രൈസ്, ഏതിനെ സെക്കൻഡ് പ്രൈസ്, ഏതിനെ തേർഡ് പ്രൈസ് എന്ന് പറഞ്ഞ് തിരഞ്ഞെടുക്കും. അത്രയും പെർഫെക്ഷനാണ് ആ വിഷയത്തിൽ ഒരു അറിവുമില്ലാത്ത എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി വിഷയത്തില് നല്ല അറിവുള്ളവർക്ക് പോലും ഒരേ ഐറ്റത്തിൽ 10 കുട്ടികള് കലാപരമായി പ്രദർശിപ്പിക്കുമ്പോൾ അതിനകത്ത് തെറ്റുകൾ കണ്ടുപിടിച്ച് മാത്രം വേണം മാർക്ക് കുറയ്ക്കാൻ. ബാക്കിയുള്ളത് മുഴുവൻ ശരികളാണ്. അപ്പൊ തെറ്റുകളുടെ എണ്ണത്തിന് സൂക്ഷ്മമായിട്ട് നോക്കിയാലേ മാർക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ. എങ്കിലും അഭിമാനകരമായിട്ട് ഈ സ്കൂൾ കലാമേളയില് കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ എൻ്റെ ക്ലാസ്സുകളിൽ പറയാറുള്ളത്, ഏറ്റവും കൂടുതൽ ഭാരതീയ ക്ഷേത്രീയ കലകളാണ്, ക്ഷേത്രാടിസ്ഥാനത്തിലുള്ള കലകളാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ കലകളെല്ലാം
അവാർഡിനോ സ്കൂൾ കലാമേളയ്ക്കോ വേണ്ടിയാണെങ്കിൽ പോലും പഠിക്കാൻ ഇത്രയും അധികം കുട്ടികൾ മുമ്പോട്ട് വരുന്നു എന്നുള്ള സന്തോഷം. ഇനിയും പഠിക്കണം. അവാർഡ് കിട്ടിയാലും പ്രൈസ് കിട്ടിയാലും 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇതിൻ്റെ പേരിലുള്ള കോൺട്രിബ്യൂട്ടറി മാർക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ചില വ്യക്തികൾക്ക് ജന്മവാസന ഉള്ളതുകൊണ്ട് അവരത് പഠിച്ച് കൂടുതൽ കൂടുതൽ പഠിപ്പിച്ച് അത് പ്രദർശിപ്പിച്ച് അത് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. ആധുനിക വിദ്യാഭ്യാസം ഇന്നവിറ്റബിളി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇപ്പൊ ധന്യമായിട്ട് കഴിഞ്ഞ തലമുറ വരെ നമുക്ക് തന്ന ഈ ചാക്യാർകൂത്തും കഥകളിയും മൃദംഗവും ഫ്ലൂട്ടും അതുപോലെ സംഗീത നൃത്ത എല്ലാം കഴിഞ്ഞ തലമുറ വരെ നമുക്ക് തന്നത് തികച്ചും ഒരു പുതുജന്മം നേടി റിസറക്ഷൻ, നവോത്ഥാനത്തിലൂടെ കടന്നു പോവാണ്. അതിന് നല്ല രീതിയിൽ വിളക്കെത്തിക്കാൻ സാധിക്കുന്ന ഒരു ദൗത്യമാണ് സ്കൂൾ കലാമേള. വലിയ വിമർശനങ്ങളൊന്നുമില്ലാതെ നല്ല ഭംഗിയായിട്ടത് നടക്കുന്നു. അതിന് സംഘാടകരെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. എവിടെയെങ്കിലും അപാകതകൾ പത്രമാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അത് ഈ കംപ്ലൈന്റ്, അവാർഡ് നിശ്ചയിച്ചതിലുണ്ടായ കംപ്ലൈന്റിനെ കുറിച്ചിട്ടുള്ള പ്രവാഹം മാത്രമാണെന്ന് പത്രത്തിൽ വായിച്ചു. ഏതായാലും ഈ കല അവതരിപ്പിക്കുന്നതും അതിനെ വിലയിരുത്തുന്നതും അതിൻ്റെ പുറകിലെ രാപ്പകല് പ്രവർത്തിക്കുന്നതുമെല്ലാം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ന്യായത്തിൻ്റെയും മാർഗത്തിലൂടെയാകട്ടെ. അതാണ് നമ്മുടെ പൈതൃക കലകളെ കഴിഞ്ഞ തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം ഏറ്റെടുക്കുന്നവരുടെ വിജയവും അഭിമാനവും എന്ന് ഓർമ്മിപ്പിക്കാൻ ടി വിയിലെ ചില പരിപാടികൾ സ്കൂൾ കലാമേളയുമായിട്ട് ബന്ധപ്പെടുത്തിയത് കണ്ടപ്പോൾ അഭിമാനം തോന്നി. ആ കലാകാരന്മാർക്കും അവരെ ഈ നിലവാരത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്ന സ്കൂൾ അധികൃതർക്കും മാതാപിതാക്കൾക്കും സത്യത്തിൻ്റെ വെളിച്ചത്തിൽ അവരെ വിലയിരുത്താനായിട്ട് മുമ്പോട്ട് വന്ന ജഡ്ജിമാർക്കും അത് കഴിയുന്നത്രയും ഇമ്പാർഷ്യലും അൺബയസ്ഡും ആകണമെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ച DPI, ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷനിലെ ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഭരണകർത്താക്കളും എല്ലാം നന്മയുടെ ലക്ഷ്യവും നന്മയുടെ മാർഗവും പിന്തുടരാൻ പരമാവധി ശ്രമിക്കുന്നു. അത് ഒന്നുകിൽ നിയമത്തിൻ്റെ പിൻബലത്തോടുകൂടി അല്ലെങ്കിൽ ധാർമ്മിക ബോധത്തിൻ്റെ പിൻബലത്തോടുകൂടി. അത് നിരന്തരം ഇനിയും ഉണ്ടാവട്ടെ. എല്ലാ മണ്ഡലങ്ങളിലും അത് വ്യാപിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.